നിനക്കൊക്കെ എന്തിന്റെ കേടാടാ മക്കളെ? നട്ടലില്ലാതായി പോയല്ലോ. ഒരു പെണ്ണിന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് അത് കണ്ട് ആസ്വദിച്ചിട്ട് അവൻ സ്ക്രീൻഷോട്ട് എടുത്ത് അവൻ രേണുസുധീർ വീഡിയോ ലീക്കായെന്ന് പറഞ്ഞ ഒരുത്തൻ ഇട്ടിട്ടുണ്ട്. ഇവനൊക്കെ സബിനകത്ത് കയറിയിരുന്ന് ആസ്വദിച്ചിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പുറത്തു വിടുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു ലൈവായിരുന്നു. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. മേ ബി എൻ്റെ ഒരു കുലീനമായിട്ടുള്ള ഒരു കോലങ്ങൾ ഉണ്ടാവില്ലേ. ഞാൻ പൊതുവെ എൻ്റെ വീഡിയോസിൽ അങ്ങനെ ഷാൾ എടുത്ത് വന്ന് വീഡിയോ എടുക്കലില്ല. ഞാനിന്ന് ശരിക്കും പറഞ്ഞാൽ ഐ എം നോട്ട് ഇൻ എ മൂഡ് ടു ഡു എ വീഡിയോ. കാരണം ഭയങ്കര മൈഗ്രെയിൻ ഈ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ഗിഫ്റ്റ് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാൻ പോകുന്നത് ഇറ്റ്സ് മൈഗ്രെയിൻ ആണ്. കാരണം ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ വീഡിയോസ് എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ എൻ്റെ ഈ ഐഫോണിൽ വെച്ചിട്ടാണ്. ആൻഡ് ഇറ്റ്സ് നോർമൽ ഐഫോൺ 15 ആണ്. അപ്പോൾ അതിലിങ്ങനെ ഈ കടന്നിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വീഡിയോസ് കാണുന്നു, സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നു, ഇങ്ങനെ ചെയ്ത് എനിക്കിപ്പോൾ ഈ ഫോണ് യൂസേജ് ആ ടൈമിൽ എൻ്റെ ഭാഗമായിട്ടൊരു മൈഗ്രെയിൻ വന്നു. അതിന് ശേഷമാണ് ഞാനിങ്ങനെ കുറച്ചും കൂടെ വലിയ സ്ക്രീനിൽ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഐപാഡ് വാങ്ങുന്നതും എഡിറ്റിങ്ങും പരിപാടിയൊക്കെ അതിൽ കൂടെ നടക്കുന്നത്. എന്നാലും കുറച്ച് ഒരു 1-2-3 hours എന്തെങ്കിലുമൊക്കെ വർക്കിൽ ഭയങ്കര ഓവർ എൻഗേജ്ഡ് ആയി നിന്നാൽ അപ്പം എൻ്റെ ബോഡി ഭയങ്കര വീക്കാവും. പിന്നെ ചെറിയ മൈഗ്രെയിനും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇന്ന് വീഡിയോ എടുക്കണ്ട എന്ന് കരുതിയാണെന്നുള്ളത്. പക്ഷേ എടുപ്പിക്കുകയാണ് രേണു ചേച്ചി, എടുപ്പിക്കുകയാണ്. കാരണം ഇന്നലെ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള വ്യക്തികൾക്കറിയാം അത്യാവശ്യം മാന്യമായ രീതിയിലാണ് ഞാൻ ആ വീഡിയോ റിയാക്ട് ചെയ്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ നിന്ന് ആ റിയാക്ഷൻ പോവരുത് എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടും ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പൊതുവേ രേണുസുധി എന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചൻ എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് തോന്നുന്നൊരു ഹേറ്റ് ഇവരൊട്ടും ജെനുവിൻ ആയിട്ടുള്ള ഒരാളായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. ഒട്ടും എന്ന് വെച്ചാൽ ഒട്ടും ജെനുവിൻ ആയിട്ടുള്ളൊരു വ്യക്തിയല്ല. വെറും ഫേക്ക്, വാ തുറന്നാൽ നോണ, കള്ളത്തരം കപടത്തരം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് എനിക്ക് ഓഫ്കോഴ്സ് രേണുസുധീനെ ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ആൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നുപോലും ആൾ സമ്മതിക്കുന്നില്ല, ഒന്നുപോലും. കാരണം ഈ അരിയാഹാരം കഴിക്കുന്ന വ്യക്തികൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്തൊക്കെയാണ് രേണുസുധി ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിച്ചു കൂട്ടുന്നത്. പക്ഷെ ഇന്നേ വരെ ആൾ ചെയ്ത കാര്യത്തിന് ചക്കയ്ക്ക് മുയൽ എന്നുള്ള ഒരു മറുപടി തരാം. എന്തുകൊണ്ട് ചക്ക വെച്ച് ചക്കപ്പേരുണ്ടാക്കി എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ കോഴി വെച്ച് കോഴിക്കറി ഉണ്ടാക്കി എന്ന് പറയുന്ന ഒരു കളിയാണ് ഈ രേണു കളിക്കുക. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. രേണുസുധീൻ്റെ കാലിൻ്റെ ഫോട്ടോ, കാലിൽ ഈ കടന്നിട്ട് എന്തോ ഒരു കുഴമ്പോ എന്തോ ഒരു സാധനം വെച്ച് മസാജ് ചെയ്യുന്നൊരു വീഡിയോ ഇട്ട സമയത്ത് ആ വീഡിയോ കണ്ടുകൊണ്ട് അതിന് റിപ്ലൈ കൊടുക്കുന്ന ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ കാണിച്ചിരുന്നു. ആ പെർട്ടിക്കുലർ സ്ക്രീൻഷോട്ട് കാണുന്ന സമയത്ത് അതിൻ്റെ താഴെ വന്നിട്ട് ക്യാൻ വി മീറ്റ് എന്നൊരു വ്യക്തി ചോദിക്കുമ്പോൾ അവൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ PhD വരെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാമാന്യം ബുദ്ധിയും വിവരവും ബോധവും ഉണ്ടായാൽ മതി. ആ ചോദ്യത്തിന് കോണ്ടാക്ട് മൈ മാനേജർ എന്നാണ് രേണുവിൻ്റെ സൈഡിൽ നിന്ന് റിപ്ലൈ വന്നിട്ടുള്ളത്. ഈ പെർട്ടിക്കുലർ റിപ്ലൈ സ്ക്രീൻഷോട്ട് സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷൻ ആയപ്പോൾ പറഞ്ഞത്, ഞാൻ ആ പർട്ടിക്കുലർ വ്യക്തി എൻ്റെ കാല് കണ്ട് ഫോട്ടോ ചോദിച്ച വ്യക്തിയോട് ചായയും അല്ലെങ്കിൽ പരിപ്പോടയും കഴിക്കാൻ വരാൻ വേണ്ടിയിട്ട് മാനേജറെ കോണ്ടാക്ട് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത് എന്നാണ് രേണു ചേച്ചി ആ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇട്ടിട്ടുള്ളത്. എന്തുവാ ഇതിന് പറയണ്ടേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. താൻ ചെയ്യുന്ന പ്രവൃത്തി എത്രത്തോളം ന്യായീകരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എത്രത്തോളം അതിനെ വളഞ്ഞു മൂക്ക് കയറി പിടിക്കാൻ പറ്റുമോ അത്രത്തോളം ഈ പർട്ടിക്കുലർ ലേഡി കടന്ന് അങ്ങ് പുഷ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതുപോലെ ഇന്നലെ വന്നൊരു വീഡിയോനെയും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അങ്ങോട്ട് മെഴുക് ഇത് കണ്ട സമയത്ത് ഞാൻ എൻ്റെ മൈഗ്രെയിനും എൻ്റെ ക്ഷീണവും എല്ലാം മാറ്റി വെച്ചിട്ട് വാ ചിക്കു വാ വീഡിയോ ചെയ്യും, എന്നിട്ട് മതി ബാക്കി എന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ എടുക്കുന്നത്. സോ എൻ്റെ സൗണ്ട് കുറവാണെങ്കിൽ, എൻ്റെ ഫേസ് ഡല്ലാണെങ്കിൽ പ്ലീസ് എക്സ്ക്യൂസ്, ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് മൈ ഹെൽത്ത് കണ്ടീഷൻ. അപ്പോൾ അത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ആദ്യം തന്നെ ദിസ് ഈസ് ഗോണ ബി എ ഷോർട്ട് ആൻഡ് ക്യൂട്ട് വീഡിയോ എന്നാണ് ഞാൻ പറയുന്നത്. വെറും 2 ക്ലിപ്പിങ്സേ ഉള്ളൂ. അതിൽ നിന്ന് നമുക്ക് വീഡിയോ തുടങ്ങാം. രേണുസുധിയുടെ അക്കൗണ്ടിൽ അപ്ലോഡ് ആയിട്ടുള്ള ആദ്യത്തെ സ്റ്റോറി. രേണുസുധീർ വീഡിയോ ലീക്കായെന്ന് പറഞ്ഞ ഒരുത്തൻ ഇട്ടിട്ടുണ്ട്. ഇവനൊക്കെ സബിനകത്ത് കയറിയിരുന്ന് ആസ്വദിച്ചിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പുറത്തു വിടുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു ലൈവായിരുന്നു. സബിനകത്ത് ലൈവ് പോയതല്ല, ഞാൻ ആൾക്ക് പേഴ്സണലി ചാറ്റ് ചെയ്തോ വീഡിയോ കൊടുത്തോ അല്ല. ആദ്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ലൈവ് പോയതാണ്. ആദ്യം തന്നെ ചേച്ചി നല്ല പൈസ അധ്വാനിച്ചുണ്ടാക്കുന്നില്ലേ, സബ്സ്ക്രിപ്ഷനിൽ കൂടിയും ലക്ഷങ്ങൾ കിട്ടുന്നില്ലേ, പറ്റുമെങ്കിൽ ഏതെങ്കിലും ഒരു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ആ തലയത്തെ പേനോ താരനോ എടുത്ത് കളയുക.
കാരണം ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് കാണുന്ന ഒരു സാധനമാണ് ഇടയ്ക്കിടയ്ക്ക് കയറി ഈ തല കടന്ന് ചൊറിയുന്നത്. രേണുവിൻ്റെ മിക്ക കണ്ടന്റുകളിലും അല്ലെങ്കിൽ ചൊറിയും കുത്തി പല മൂലയ്ക്ക് ഇരിക്കുന്നതിലും വളരെ ക്ലിയർ ആയിട്ട് ഈ പേൻ ചൊറിച്ചിൽ കാണിക്കുന്നുണ്ട്. അതൊന്ന് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ ഒരു സാധനം ഈ വീഡിയോ എക്സ്പോസ് ആക്കിയത് യൂട്യൂബർ ആയിട്ടുള്ള മാസ്റ്റർ മൈൻഡ് മനു എന്ന് പറയുന്ന വ്യക്തിയാണ്. പുള്ളിക്കാരൻ രേണുവിൻ്റെ സബ്സ്ക്രൈബർ ആയതുകൊണ്ടായിരിക്കാം മേ ബി പുള്ളി ഇട്ടിട്ടുള്ളത്. ഞാൻ രേണുവിനോട് വളരെ ക്ലിയർ ആയിട്ടൊരു കാര്യം പറയാം. രേണു സുധി, താങ്കളുടെ സബ്സ്ക്രിപ്ഷനിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 500 പേര് കയറിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ 400 പേര് താങ്കൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ബാക്കിയുള്ള 100 പേര് എന്താണ് രേണു അതിൻ്റെ ഉള്ളിൽ കാണിച്ചു കൂട്ടുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ചില യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്യക്തികൾ രേണുവിൻ്റെ കണ്ടന്റുകൾ സോഷ്യൽ മീഡിയയിൽ എക്സ്പോസ് ചെയ്യാനോ വേണ്ടിയിട്ടാണ്. ആൻഡ് എനിക്ക് ഇന്നലെ മനസ്സിലായിട്ടുള്ള ഒരൊറ്റ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ കണ്ടന്റ് കണ്ട് ആസ്വദിക്കാൻ മാത്രം അതിലൊരു കോക്കരട്ടുമില്ല. പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ എനിക്ക് ആ വീഡിയോ കണ്ട സമയത്ത് ഛർദ്ദിക്കാനാണ് വന്നത്. സത്യസന്ധമായി പറയുകയാണ്, ഛർദ്ദിക്കാനാണ് വന്നത്. ഈ നാവിട്ടിട്ട് വായിൽ കടന്ന് കളിക്കുന്നതും കാണിക്കാൻ വേണ്ടി കടന്ന് കാണിക്കുന്നതും. കാരണം ഞാനൊരു പെൺകുട്ടിയാണ്, നമുക്കിതിൻ്റെയൊക്കെ അർത്ഥം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. രേണു സുധി എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ തന്നെയുള്ളൊരു സ്ത്രീയാണ്. അപ്പം രേണു സുധി അവിടെ കാണിച്ച ആ സാധനത്തിൽ കണ്ട് എൻജോയ് ചെയ്യാൻ മാത്രം, രസിക്കാൻ മാത്രമുള്ള ഒന്നും ഞാൻ പേഴ്സണലി അതിൽ കണ്ടില്ല. ഇതൊക്കെ കണ്ട് ആരെങ്കിലും രസിക്കുന്നുണ്ടെങ്കിൽ അവനൊരു അവാർഡ് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇങ്ങനത്തെ കാറ്റഗറി ഓഫ് ആൾക്കാരും ഉണ്ട് എന്നാണ് തോന്നുന്നത്. ആ സബ്സ്ക്രിപ്ഷൻ ലൈവിൽ രേണു ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് രേണുവിൻ്റെ വീഡിയോയ്ക്ക് വന്ന കുറേ കമൻറ്റുകൾ പല ചാനലിലും എക്സ്പോസ്ഡ് ആക്കി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ എൻജോയ് ചെയ്യുന്ന മനുഷ്യന്മാരും ഉണ്ട്. എന്നാലും ഇല്ലടാ, ഇതൊന്നും എൻജോയ് ചെയ്യാനൊന്നുമില്ല. ഇത് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്. മനസ്സിലായി. ഒരുപാട് നാളായി ലൈവ് പോയിട്ട്, അങ്ങനെ ലൈവ് പോയതാണ് ഞാൻ. ആ ലൈവ് പോയ വീഡിയോ ആണ് ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടിട്ടുള്ളത്. ഏത് നാറിയാണേലും എടാ നാണം കെട്ട നാറികളെ. രേണു സബ്സ്ക്രിപ്ഷനിൽ ലൈവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. രേണു സുധി എന്ന് പറയുന്ന താങ്കൾക്ക് സബ്സ്ക്രിപ്ഷനിൽ ലൈവ് പോവാനുള്ള പെർമിഷനും ഉള്ളു. തനിക്ക് 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 അല്ല ഇനി 10 അല്ല 10-ലപ്പുറം ലൈവ് പോകണമെങ്കിലും രേണുവിന് പോവാം. രേണുവിൻ്റെ സബ്സ്ക്രൈബർ അതിൽ കയറിയിരിക്കുന്നത് പൈസ കൊടുത്തിട്ടാണ്. അവർ ഫ്രീ ആയിട്ട് കുർബാന ചൊല്ലാൻ വന്നിരിക്കുകയല്ല. അവർ 199 എത്രയോ രൂപ അടച്ചിട്ടാണ് സബ്സ്ക്രിപ്ഷനിൽ കയറിയിട്ടുള്ളത്. അവർക്ക് വേണ്ടിയിട്ടാണ് രേണു സുധി ലൈവ് വരുന്നതും ഈ തരത്തിലുള്ള പേക്കൂത്തുകൾ കാണിക്കുന്നത്. അത് എന്ത് ചെയ്യണം എന്നുള്ളത് അവരുടെ മാത്രം ഇഷ്ടമാണ്. എൻ്റെ സബ്സ്ക്രിപ്ഷൻ കയറുന്ന വ്യക്തികൾ എൻ്റെ വീഡിയോസ് ഇരുന്ന് കാണാൻ മാത്രമേ പറ്റൂ എന്ന് രേണു എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അല്ല ഇൻസ്റ്റഗ്രാമിൻ്റെ പോളിസി പ്രകാരം അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളുണ്ടോ? അതൊന്നും എനിക്കറിയില്ല. ഞാൻ ഒന്നാമത് സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ഉള്ള നടക്കുന്ന പരിപാടി എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പം രേണുവിൻ്റെ ഞാൻ ഒരു കടയിൽ പോയിട്ട് ഒരു സാധനം 150 രൂപയ്ക്ക് വാങ്ങി. ഞാൻ ഇപ്പോൾ വാങ്ങിയത് അരിപ്പൊടിയാണെങ്കിൽ ഈ അരിപ്പൊടിയും കൊണ്ട് എന്തുണ്ടാക്കണം എന്നുള്ളത് എൻ്റെ പേഴ്സണൽ ഇഷ്ടമാണ്. ചിലർ അരിപ്പൊടി ആ സബ്സ്ക്രിപ്ഷനിൽ നിന്ന് തന്നെ ഉണ്ടാക്കി പോകുന്നവരുണ്ട്. ചില ആൾക്കാർ പുറത്തു കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വിൽക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ പല സൈറ്റിലിടുന്നവരുണ്ട്. അതൊക്കെ വ്യക്തിഗതമായ താല്പര്യമാണ്. ഓക്കെ, ഇനി അങ്ങനെ പുറത്തിട്ടാൽ കാണാൻ കൊള്ളൂലാത്ത കണ്ടന്റാണ് രേണു സുധി സബ്സ്ക്രിപ്ഷനിൽ കാണിക്കുന്നതെങ്കിൽ ആ കാണിക്കൽ അങ്ങ് അവസാനിപ്പിച്ചോ, എന്നാൽ വിഷയം അവിടെ തീർന്നില്ലേ? ഇത് കൊണ്ടുപോയി കാണിക്കുകയും ചെയ്യും, 4 ആളെടുത്ത് സംസാരിക്കാനും പാടില്ല എന്ന് പറയുന്നത് എന്ത് കോക്കനട്ടാണ്? ഇതൊക്കെയാണോ നിന്റെ പരിപാടി? നാണമില്ലാത്ത നാറികളെ. എടാ എന്റെ ചുണ്ട് നിങ്ങൾ നോക്ക്. ഇത് കണ്ട, ഈ ചുണ്ട് പൊട്ടിയിരിക്കണം. കുറച്ച് ദിവസമായിട്ട് എന്തോ കാലാവസ്ഥയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു, ചുണ്ടെല്ലാം പൊട്ടിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ അതാണ് ലൈവിൽ വന്ന് കാണിച്ചു തന്നത്, നിങ്ങളുടെ ഇങ്ങനെ കാണിച്ചു തന്നത്. മനസ്സിലായോ? നീ എന്താ ഓർത്ത ഞാൻ ഇനി ലൈവ് പോകത്തില്ല? രേണു സുധി ഈ കാര്യത്തെ ന്യായീകരിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ചുണ്ട് പൊട്ടി, ആ പൊട്ടിയ ചുണ്ടിന്റെ ഭാഗങ്ങളാണ് രേണു സുധി ലൈവിൽ വന്ന് കാണിച്ചത് എന്നാണ് പറഞ്ഞത്. എനിക്ക് ആ ക്ലിപ്പ് വീണ്ടും ഇതിൽ കാണിക്കാൻ നാണല്ല, അറപ്പാവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ഇന്നലത്തെ വീഡിയോസോ കാര്യങ്ങളോ പോയി കണ്ടറിയാം. എടാ, ചുണ്ട് പൊട്ടിയിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തേക്കാം, അല്ലെങ്കിൽ നല്ല നെയ്യോ വെണ്ണയോ ഉണ്ടെങ്കിൽ അത് തേക്കാം, ഇല്ലെങ്കിൽ നല്ല ലിബാം വാങ്ങി തേക്കാം. മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ ഹിമാലയയുടെ ലിബാമിന് വെറും 25 രൂപയേ ഉള്ളൂ. ഈ സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പൊട്ടിയ ചുണ്ട് മാറ്റാൻ പറ്റും. ഞാൻ താമസിക്കുന്നത് വയനാടാണ്. അത്യാവശ്യം നല്ല തണുപ്പുള്ളൊരു സ്ഥലമാണ്. ഈ ചൂടത്തും പെരുമഴ പെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്കാണ് തണുപ്പിൻ്റെ എക്സ്ട്രീം ലെവൽ ഫീൽ ചെയ്യുന്നത്. കാല് കൂടിപ്പോലും ചുണ്ട് പൊട്ടലും. എൻ്റെ ചുണ്ടിനൊക്കെ ഈ പ്രശ്നങ്ങളുള്ള ആളാണ്. എൻ്റെ ചുണ്ട് കടന്ന് പൊട്ടി എന്ന് കരുതി ഞാൻ ലൈവ് ഓൺ ചെയ്ത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ആക്കുകയല്ല ചെയ്യും.
ആൻഡ് ഇവിടെ ചുണ്ട് കുട്ടിയന് എന്തിനാണ് ഇതിനെ ഫുള്ളിങ്ങനെ വളച്ചിട്ട് ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യം? നമ്മൾ ഈ വീഡിയോ കാണുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഈ ലൈവ് കാണുന്ന വ്യക്തികൾ എല്ലാവരും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും അരിയാണ് തിന്നുന്നത്, അല്ലാണ്ട് വേറെ അല്ല. അതുകൊണ്ട് തന്നെ ആ കാണിക്കലിൽ കൂടെ എന്താണ് ഉദ്ദേശിച്ചത്, എന്താണ് കൺവേ ചെയ്തത് എന്ന് വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചക്കപ്പേരി ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുമ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കി എന്ന് പറയുന്ന മറുപടി ഇനിയെങ്കിലും രേണുസുതി ഒന്ന് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, ഇനി രേണു ചേച്ചി പറഞ്ഞ പോലെ ചുണ്ട് പൊട്ടിയതാണ് രേണു ചേച്ചി കാട്ടിയതെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് രേണു ചേച്ചി ഇങ്ങനെ വന്ന് നിന്നിട്ട് കാണിക്കുന്നത്? ഇന്ന് ഞാനിട്ട ഡ്രസ്സ് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല എൻ്റെ ഒരു അടിപൊളി ചുരിദാറാണ്. പക്ഷേ ഈ ചുരിദാറിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നെക്ക് പ്രോപ്പറാണ്. പക്ഷെ എനിക്ക് വീഡിയോയിൽ കാണുമ്പം ഞാൻ ചിലപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ ആക്കുന്നത് കൊണ്ട് ആക്ഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ കഴുത്ത് ചിലപ്പോൾ ഇറങ്ങിപ്പോവോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കയറ്റേണ്ടി വരുമോ എന്നൊരു കൺഫ്യൂഷൻ എനിക്ക് വന്നതുകൊണ്ടാണ് ഞാൻ ഈ ചുരിദാറുമായിട്ട് തീരെ ബന്ധമില്ലാത്ത എൻ്റെ വേറൊരു ചുരിദാറിൻ്റെ ഷാൾ എടുത്ത് ചെയ്യുന്നത്. അതുപോലെ രേണു സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന സമയത്ത് മനഃപൂർവ്വം ഈ ഫ്രണ്ടോട്ട് വരിക, പിന്നെ ബാക്കോട്ട് പോവുക, പിന്നെ കൈ പൊക്കുക, പിന്നെ പൊക്കിൾ കാണിക്കുക, പിന്നെ എന്താണ് ഈ കിടക്കേ കടന്നിട്ട് ഇങ്ങനെ വളവളവളവളെന്ന് പറഞ്ഞ് റൗണ്ട് അടിക്കുക. ഇതൊക്കെ എന്താണ്? അപ്പോൾ ഇവിടെയൊക്കെ ചുണ്ട് പൊട്ടിയിരുന്നോ, കൈ പൊട്ടിയിരുന്നോ, കാല് പൊട്ടിയിരുന്നോ? ചേച്ചി ഇത്രയേ ഉള്ളൂ. ചേച്ചി സബ്സ്ക്രിപ്ഷനിൽ വീഡിയോ കാണാൻ വന്ന സമയത്ത് ലോ ബാറ്ററി വീഡിയോ കാണാൻ വരുന്ന സമയത്ത് ആ കാറ്റഗറി ഓഫ് ആൾക്കാർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കണ്ടൻറ്റാണ് ചേച്ചി സോഷ്യൽ മീഡിയയിൽ വന്നിട്ടേ. അതിനി വെറുതെ ന്യായീകരിക്കേണ്ട, അതാണ് ഇട്ടത്. പക്ഷെ അതൊക്കെ ഇട്ടത് കൊല്ലം സുധിക്കും ഋതപ്പനും കിച്ചുവിനും വേണ്ടിയിട്ടാണ്. കിച്ചു മാറ്റട്ടെ, കൊല്ലം സുധിക്കും ഋതപ്പനും തങ്കച്ചനും ഇവർക്കും വേണ്ടിയിട്ടാണ്. ഇത് നല്ലൊരു ജോലിയാണ്. കാരണം എത്ര പേര് ഇങ്ങനെ ശരീരം വിറ്റുകൊണ്ട് ശരീരം എക്സ്പോസ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന എത്ര ആൾക്കാരുണ്ട്, എത്ര പേരുണ്ട്. തെറ്റായ കാര്യമല്ല. എനിക്കിവർ ഈ കൈൻഡ് ഓഫ് ന്യായീകരണങ്ങളാണ് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. എൻ്റെ സബ്സ്ക്രിപ്ഷനിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ കാണിക്കാൻ ഞാൻ ഇതങ്ങ് ചെയ്തു, പറ, സീൻ കഴിഞ്ഞു. ഇവരിത് എന്ത് തോന്നിവാസം ചെയ്താൽ ഇന്നലത്തെയൊക്കെ വീഡിയോ എന്ന് പറഞ്ഞാൽ സീരിയസ്ലി പറയാം, ഷീ സച്ച് എ ബാഡ് ലേഡി എന്ന് പ്രൂവ് ചെയ്യുന്നൊരു സാധനം. എന്നിട്ടും അതിനിങ്ങനെ ഓൾറെഡി തലവേനയാണ്, ടെമ്പർ കൂട്ടാൻ വയ്യ ഗൈസ്. നിങ്ങൾ കമൻറ്റ് കൂടെയെങ്കിലും എൻ്റെ ഇമോഷൻ മനസ്സിലാക്കി എന്തെങ്കിലുമൊക്കെ പറ. ഞാൻ ഇനിയും ലൈവ് പോകും. എനിക്ക് നിന്നെ പേടിച്ചിട്ടേ ലൈവ് പോകാതിരിക്കാൻ പറ്റത്തില്ല. നീ വന്ന് ഇനി സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിടടാ. ഞാൻ ചേച്ചി ഇനിയും ലൈവ് പോകുന്നതാണ് പറയുന്നത്. പോവും ചേച്ചി, പോവും. കാരണം ചേച്ചിക്ക് ഇതൊരു പ്രശ്നമല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ല. നമുക്കും ഇതൊരു വിഷയമല്ല. കാരണം ഞാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ഈ തരത്തിലുള്ള ഛർദി വീഡിയോകൾ കാണേണ്ട ആവശ്യം എനിക്കില്ല. പക്ഷേ പേഴ്സണലി രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതാണെന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന് പറയാനേ ഉള്ളൂ. കാരണം രേണുസുതിനെ അന്ധമായി സപ്പോർട്ട് ചെയ്യുന്ന വലിയ കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. അവരുടെ ശ്രദ്ധയിലോട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ ആഗ്രഹിച്ചത്. അപ്പം എന്തായാലും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം രേണു ചേച്ചി ആ കൂറ ലുക്കിൽ നിന്ന് മാറി ബ്യൂട്ടിഫുൾ ലുക്കിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ രേണുവിൻ്റെ വീഡിയോ റിസെൻ്റ്ലി കണ്ടിട്ടുണ്ടേ അറിയാം, കണ്ണെഴുതുന്നതിൽ ഒരു വെറൈറ്റി വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ടെയിലൈ ആണ് ആൾ ഉദ്ദേശിച്ചത്. പക്ഷേ ടെയിലൈൻ്റെ ഒരു പെർഫെക്ഷൻ എത്തിയില്ല. ഹോപ്പ്ഫുള്ളി എത്തുമായിരിക്കാം. എന്തായാലും അതിലും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും കൂടി ഒന്ന് കേട്ട് നോക്കാം. നിനക്കൊക്കെ എന്തിന്റെ കേടാടാ മക്കളെ? നട്ടലില്ലാതായി പോയല്ലോ. ഒരു പെണ്ണിന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് അത് കണ്ട് ആസ്വദിച്ചിട്ട് അവൻ സ്ക്രീൻഷോട്ട് എടുത്ത് അവന്റെ പറയുന്നില്ല, അവൻ എടുത്ത് പുറത്ത് വിട്ടേക്കുന്നു. നാണം കെട്ട നാറി. ആ കടിച്ചോട്ടെ എന്ന് രേണുസുതിയോട് ചോദിച്ചപ്പോ എന്നെ കടിക്കാൻ പറയണോ? കടിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ കടിക്കല്ലേ എന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ എന്റെ ചുണ്ട് വന്ന് കടിക്കാൻ ഞാൻ പറയണോ? വേറെ എന്തൊക്കെ കാണിക്കുന്നില്ല സബ്സ്ക്രിപ്ഷൻ? നീ വേറെ ആൾക്കാരൊക്കെ ഇതൊന്നും നീ എന്താടാ ഇടാത്ത, പുറത്ത് ലീക്ക് ചെയ്യാത്തത്? നിനക്കൊക്കെ ഈ ഒരു സാധനം എന്തായാലും രേണു ചേച്ചി പറയും എന്നുള്ളത് എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. സബ്സ്ക്രിപ്ഷൻ ഈ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നത് രേണുസുതി മാത്രമാണോ? എത്ര ആൾക്കാർ ചെയ്യുന്നുണ്ട്? ഈ ചെയ്യുന്ന വ്യക്തികളുടെ സബ്സ്ക്രിപ്ഷൻ ഒന്നും നിങ്ങൾ ആരും കാണിക്കുന്നില്ലല്ലോ. എൻ്റെ പൊന്നു ചേച്ചി, സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നവർ ഞങ്ങൾ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. എനിക്കതിൽ പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് നിമിഷ ബിജു, റൈറ്റ്? നിമിഷ ബിജു എന്ന് പറയുന്ന ആൾ. ഇവരൊക്കെ വളരെ പബ്ലിക്കായിട്ട് ഞാൻ സബ്സ്ക്രിപ്ഷനിൽ വീഡിയോസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സാധനം അവർ തുറന്ന് പറയുന്നുണ്ട്. അല്ലാണ്ട് അവരൊന്നും ഇവിടെ ഒളി മറ കാണിക്കുന്നില്ല. രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തി സബ്സ്ക്രിപ്ഷനിൽ പോയിട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ കാണിക്കുകയും എന്നാൽ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് അയ്യോ എൻ്റെ സുധിച്ചേട്ടന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ ഋതപ്പിന് വേണ്ടിയിട്ട് വിധവകളുടെ പര്യായം അല്ലെങ്കിൽ വിധവകൾ ഇങ്ങനെ ജീവിക്കാൻ പാടുമോ ഞാൻ ഈ സാധനങ്ങൾ പറയുമ്പോഴാണ് ഇവിടെ വിഷയമാവുന്നത്. സത്യമായിട്ട് ചെയ്ത കാര്യങ്ങൾ ഞാൻ ഇതാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു പോയിന്റോ ഡിസ്കഷനോ ചോദ്യമോ കാര്യമോ വരില്ല.
പിന്നെ രേണുസുധീൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് ഇനാഗ്രേഷൻസ് ഒന്നും കാണുന്നില്ല. ഈ റാസൽ ഖൈമ, ദുബായ് പോലെയുള്ള സ്ഥലങ്ങളിലോട്ടുള്ള യാത്രകളും കാണുന്നില്ല. എന്നാൽ ഷോർട്ട് ഫിലിം അത് ഇതൊന്നും കാണുന്നില്ല. വൈറൽ റീൽസ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്ന് ഡിസ്കഷൻ എവിടേക്കോ ഒന്ന് കുറഞ്ഞു എന്ന് തോന്നിയതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം മേ ബി ഇങ്ങനത്തെ ചില കാര്യങ്ങൾ പുറത്തോട്ട് കൊണ്ടുവരുന്നത്. എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം രേണുസുധിക്ക് സബ്സ്ക്രിപ്ഷൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു ബ്യൂട്ടിഫുൾ മുഖമുണ്ട് എന്നും അത് കണ്ടങ്ങ് സുഖിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് മനസ്സിലായതിൽ സന്തോഷം. എന്തായാലും ഇതൊക്കെ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് നിൽക്കുന്ന 3 ലക്ഷം രൂപ കൊടുക്കുന്ന നിങ്ങൾക്കൊക്കെ അവാർഡ് തരണം. എടോ ഇതിലും ഭേദം നിനക്കൊക്കെ പേടി. എടാ രേണുസുധിക്ക് ഒന്നുമില്ല. രേണുസുധി അതിനകത്ത് ചുണ്ടല്ലേ കടിച്ചല്ലോ, വേറൊന്നും വന്ന് കടിച്ചിട്ടില്ലല്ലോ, വേറൊന്നും കടിച്ച് കാണിച്ചുമില്ലല്ലോ. അപ്പൊ ഒരു കുഴപ്പമില്ല. നീയൊക്കെ ഇതിലപ്പുറം ചെയ്യുന്ന എനിക്കറിയാം. അതുകൊണ്ട് തന്നെ മാന്യമായിട്ട് തന്നെയാണ്, അതായത് നല്ല മര്യാദയ്ക്ക് തന്നെയാണ് ഞാൻ സബില് ചെയ്യുന്നത്. മനസ്സിലായോ? നീയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം ഇതിനകത്ത്. മനസ്സിലായോ മക്കളെ? നീ ഇട്ടാൽ എനിക്ക് കോപ്പാണ്. ഞാൻ ഇനിയും ലൈവ് ഇടും. മനസ്സിലായോ? എന്റെ സബ്സ്ക്രിപ്ഷൻ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ലൈവ് ഇടും. രേണുവിൻ്റെ ഈ പീസ് ഓഫ് വീഡിയോ കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെല്ലാം സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ട് ഞങ്ങളെ രേണു ചീത്ത പറയുന്നത് പോലെ രേണുവിൻ്റെ സബ്സ്ക്രിപ്ഷനിൽ വന്ന് ഈ തരത്തിലുള്ള കാര്യങ്ങൾ കാണിച്ചു കൂട്ടുക. എന്നിട്ട് രേണു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വേറെ തരത്തിലുള്ള കാര്യങ്ങൾ കാണിച്ചു കൂട്ടുക. എന്നിട്ട് ഇത് രണ്ടും തമ്മിലുള്ള മിസ്മാച്ച് സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുന്ന നമ്മളാണ് ഏറ്റവും വലിയ തെറ്റുകാർ എന്ന് പറയുന്നതിനോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഞാൻ പറയട്ടെ, രേണു വളരണ്ടാന്നോ, രേണുവിന് റീച്ച് വേണ്ടാന്നോ, രേണു സബ്സ്ക്രിപ്ഷൻ തുടങ്ങണ്ടാന്നോ, രേണു മാത്രമാണ് ഈ ജില്ലയിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. എല്ലാവരും പലതും സോഷ്യൽ മീഡിയയിൽ വന്ന് ചെയ്തു കൂട്ടുന്നുണ്ട്. എന്നാൽ വൈ രേണു വൈ രേണു വൈ രേണു എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് രേണു. രേണു കാരണമാണ് ഇത് ഡിസ്കഷൻ ആവുന്നത്. രേണു കാരണമാണ്. രേണു സ്പ്രെഡ് ചെയ്യുന്ന നെഗറ്റിവിറ്റി, രേണു കാണിക്കുന്ന ഫേക്കിസം, ഇതൊക്കെ കൊണ്ട് മാത്രമാണ് ഇത് വീണ്ടും 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 സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ ഡിസ്കഷനായി മാറുന്നത്. ഈവൻ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വരെ ഇത്രത്തോളം ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ടെങ്കിൽ, ഇറിറ്റേറ്റഡ് ആവുന്നുണ്ടെങ്കിൽ, ടയേർഡ് ആവുന്നുണ്ടെങ്കിൽ, ഫെഡപ്പ് ആവുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ദിസ് രേണുസുധി. ബിക്കോസ് പുള്ളിക്കാരി എന്തുവാ എന്നുള്ളത് എനിക്ക് പേഴ്സണലി മനസ്സിലാവുന്നില്ല. ഞാൻ ഇതൊക്കെ കാണുന്ന സമയത്ത്, ഈ വീഡിയോ വൈറലായ സമയത്തും ഞാൻ വിചാരിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പൊടിക്കെങ്കിലും ഒതുങ്ങുന്നതാണ്. ഒരു പൊടിക്കെങ്കിലും ഒന്ന് ഒതുങ്ങും എന്ന സെൻസ് ഞാൻ ഉദ്ദേശിച്ചത്, എടോ ഇങ്ങനത്തെയൊക്കെ ഒരു സാധനം ഒരാളുടെ ലീക്കായാൽ അയാൾക്ക് ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ വളരെ മോശമാണ്. പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് പോലും ആ തൊലി വീണ്ടും കട്ടിയിലാണ് നിൽക്കുന്നതെങ്കിൽ, കാണ്ടാമൃഗത്തെ തൊലിയിനെ മാറ്റിവെക്കുന്നൊരു തൊലിയാണ് രേണുസുധീൻ്റെ എന്ന് ഞാൻ പറയേണ്ടിയിരിക്കുന്നു. കാരണം എന്തുവാ പറയേണ്ടത്? എന്താ ഇവർ ഉദ്ദേശിക്കുന്നത്? എന്താ ഇതിൽ കൂടെ ഇവർ കൺവേ ചെയ്യുന്നത്? എടോ നിങ്ങളുടെ മക്കൾക്ക് കണ്ടാൽ അറപ്പ് തോന്നുന്ന വീഡിയോ ആണിത്. ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. നിങ്ങളുടെ മകൻ കിച്ചുവോ, അല്ലെങ്കിൽ നിങ്ങളുടെ മകൻ ഋതപ്പനോ, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോ, അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങളോ, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയോ ഈ വീഡിയോസ്, ഈ സബ്സ്ക്രിപ്ഷൻ ലൈവ് വീഡിയോസ് കണ്ടിട്ട് ഇതെൻ്റെ മോള് ചെയ്തോട്ടെ, ഇത് അടിപൊളിയാണ്, എനിക്കിതിലൊരു പരാതിയും പരിഭവമില്ല എന്ന് ഈ വീഡിയോ സൈഡിൽ കണ്ടുകൊണ്ട് നിങ്ങളുടെ പാരൻസ് പറയുന്നില്ലെങ്കിൽ രേണു യു വോണ്ട് ദി ഗെയിം, അങ്ങനെ പറയാൻ അവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തിങ്ക്. നമ്മൾ ചെയ്യുന്ന ഇപ്പം ഇന്നലെ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് എൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബിൻ്റെ എല്ലാ വീഡിയോസും വേർഡ് ബൈ വേർഡ്, ലെറ്റർ ബൈ ലെറ്റർ ഇരുന്ന് കാണുന്ന ഒരു വ്യക്തി ആരാ ചോദിച്ചിട്ടുണ്ട്, അതെൻ്റെ ഫാദർ. അപ്പം ഞാൻ ചോദിക്കും, അപ്പം എന്തിനാ കാണുന്നതെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ എന്നോട് പറയുന്നതാണ്, എനിക്കിതിൻ്റെ വീഡിയോ കാണണം, നീ അതിൽ എന്തെങ്കിലും മോശമായി പറയുന്നുണ്ടോ, മോശമായി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് കാണണം, ഞാൻ നോട്ട് ചെയ്യും, ഞാൻ കേൾക്കുന്നു. നമ്മളുടെ ഏറ്റവും വലിയ ക്രിറ്റിക്സ് എന്ന് പറയുന്നത് നമ്മളുമായിട്ട് ഏറ്റവും ക്ലോസ് ആയി നിൽക്കുന്ന വ്യക്തിയാണ്. അവർ നമ്മളുടെ കുഞ്ഞു മിസ്റ്റേക്ക് വരെ പറഞ്ഞു തരും. കാരണം എൻ്റെ മോളെ അങ്ങനെ കാണരുത്, അല്ലെങ്കിൽ എൻ്റെ സിസ്റ്ററിനെ അങ്ങനെ കാണരുത് എന്നുള്ളൊരു തോട്ട് കൊണ്ട്. അതുപോലും ഇല്ലാത്ത ആൾക്കാരുടെ ഇടയിലാണ് രേണു ലിവിങ്. രേണു എത്രയൊക്കെ ആണെങ്കിലും കുറച്ച് കാലത്തേക്കുള്ള ബോംബേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു ഇതുണ്ട്. അതുകൊണ്ട് സ്വന്തം ഇഫ് യു ലൂസ് എനിത്തിങ് ദറ്റ്സ് ഫൈൻ. ഇഫ് യു ലൂസ് യുവർ ക്യാരക്ടർ, പിന്നെ അത് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. സോ ജസ്റ്റ് തിങ്ക് പറ്റുമെങ്കിൽ ഇനിയെങ്കിലും
Namo Vagam guys. Thank you so much for supporting, and I'm really sorry with the sound or video quality alenge ellam, because very tired guys, very tired and heavy headache. That's it. Thank you for supporting. Bye.